ആടുജീവിതം തിയേറ്ററിൽ കണ്ടിരിക്കുകയാണ് അമ്മ. എന്ത് തോന്നി? ഭയങ്കര ഫീലിംഗ് ഉള്ള ഒരു സിനിമ കേട്ടോ അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുമെങ്കിൽ ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടാ. സത്യം അമ്മക്ക് ഒടുക്കത്ത എനിക്ക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ട് കരഞ്ഞ സിനിമ ആകാശദൂതാണ് എനിക്ക് ഏറ്റവും ഫീലിംഗ് ആയിട്ട് തോന്നിയത്. അത് എനിക്ക് സങ്കടം തോന്നി. ഇതെന്ന് വെച്ചാൽ നമുക്കറിയാലോ നേരത്തെ ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ടാണ്. കാര്യം ഈ കഥ ഇങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണിക്കാം ഒരു പക്ഷെ എനിക്ക് ജീവിതമാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് ഉണ്ടാവും. അതിലൊരാളിപ്പോ പുള്ളി പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാൻ പറ്റി ഇത്രയും കഷ്ടതകൾ ഉണ്ടെന്നുള്ളത് അവിടെ. അപ്പൊ ഈ നടന്ന സംഭവം അവിടെ ഇരിക്കട്ടെ, സിനിമ എങ്ങനെയുണ്ട്? സിനിമ പൃഥ്വിരാജ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് മാത്രമല്ല ഗോകുല്, അവൻ ആ പയ്യനും അതെ നല്ല അസലായിട്ട് അഭിനയിച്ച് ഗോകുല് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. എങ്കിലും ഇത് കാണണം എല്ലാവരും, കാര്യം ഇതാണ് എന്നുള്ളത്. പിന്നെ അത് നമുക്ക് മരുഭൂമിയൊക്കെ ഇത് ശരിക്കും അവിടെ പോയി എടുത്തതല്ലേ ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ശരിക്കും 16 വർഷത്തെ കഷ്ടപ്പാടാണ്. 16 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി 16 വർഷം ബ്ലസ്സിയുടെ 16 വർഷത്തെ കഷ്ടപ്പാട്. അത് ശരിക്കും പറഞ്ഞ ഒരു അനുഭവം. ഇതിനകത്ത് ആലിപ്പഴം വീഴുന്ന കാണിക്കുന്നുണ്ട്. ആ പാമ്പുകളൊക്കെ ഇല്ലേ, ആലിപ്പഴം എങ്ങനെ ഷൂട്ട് ചെയ്തേക്കണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഐസും കട്ട പോലെ അത് മറ്റേ എന്താ ഐസ് ഉണ്ടാക്കി വെച്ചിട്ട് മോളിൽ ഹെലികോപ്റ്റർ കൂടെ പോയി ഇട്ടതാണ്, CGI ആണ്. എനിക്ക് മനസ്സിലായിട്ട് ഇതുവരെ അതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ള. പാമ്പൊക്കെ ഒറിജിനലാണ്. ആ പാമ്പ് സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഒറിജിനൽ പാമ്പാ. അതും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാമ്പിനെ കാണാണ്ട് പോയി. പിന്നെ ഈ ഗോകുലാണെങ്കിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ ഞാനതൊരു ഇന്റർവ്യൂല് കേട്ടാണ്, പാമ്പിനെ ഒടുക്കത്തെ പേടിയുള്ള ആളാണ് ഗോകുല്. പിന്നെ പേടിച്ചിട്ടൊരു രക്ഷയില്ല. അഭിനയിച്ചേ പറ്റുള്ളൂ, പക്ഷെ ഒരു പാമ്പ് മിസ്സിങ്ങുമാണ്. മനസ്സിലായില്ലേ? അതൊക്കെ ശരിക്കും ഭയങ്കര പേടിയാവും. അമ്മക്ക് പാമ്പിന് ഭയങ്കര പേടിയാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആയിക്കോട്ടെ. പിന്നെ പൃഥ്വിരാജിനെ ആ മറ്റേ ഒരു സീൻ കാണിക്കുന്നത് അതൊന്നും പറയണ്ട, അത് സിനിമ കാണാത്തവര് കാണണം ശരിക്കും. അതായത് നമുക്ക് തിയേറ്ററിൽ കണ്ടാലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ ശരിക്കും. പൃഥ്വിരാജ് ഇപ്പൊ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് പൃഥ്വിരാജിനോട് എന്താ പറയാനുള്ളത്? പൃഥ്വിരാജിനോടെന്ന് വെച്ചാൽ അച്ഛൻ നന്നായിട്ട് അഭിനയിക്കും. ഞാൻ പഴയ സിനിമകൾ അച്ഛൻ്റെ ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അത് അപ്പൊ മകൻ അതിനെക്കാട്ടി 2 മക്കൾക്കും എങ്കിലും പൃഥ്വിരാജ കുറെ കൂടി അഭിനയത്തിലേക്ക് അച്ഛൻ വന്നേക്കണം. ഞാൻ അതിനോട് വിഭിന്ന അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ദ്രജിത്തിന് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. ഇന്ദ്രജിത്തും ഒരു മികച്ച നടൻ തന്നെയാണ്, പക്ഷെ അത്ര അവസരങ്ങൾ ഇന്ദ്രജിത്തിന് കിട്ടിയിട്ടില്ല. പൃഥ്വിരാജിന് കിട്ടിയ അത്ര. പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമയും ഇന്ദ്രജിത്ത് അഭിനയിക്കുന്ന സിനിമയും വ്യത്യാസമുണ്ട്. പൃഥ്വിരാജ് കുറച്ചുകൂടി ഭയങ്കര. പക്ഷെ പൃഥ്വിരാജ് ആ അവസരം കിട്ടുന്നുണ്ട്, ആ റോളുകൾ കിട്ടുന്നുണ്ട്. അതേ റോളുകൾ ഇന്ദ്രജിത്തിന് കിട്ടിയ ഇന്ദ്രജിത്തും വേറെ ലെവൽ അഭിനയിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ ആ റോളുകൾ ഇന്ദ്രജിത്തിലേക്ക് എത്താറില്ല എന്നുള്ളതാണ്. ആ അവസരങ്ങൾ കിട്ടാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാൻ. ഒരുപാട് സിനിമകൾ കാണാറുണ്ട് എനിക്ക്. കാര്യം നമ്മൾ അഭിനയിക്കുന്നവരോടാണല്ലോ നമുക്ക് ഇഷ്ടം. കാര്യം പ്രത്യേകിച്ച് ഇപ്പം ഓരോ സിനിമ കാണുമ്പോഴാണ് നമുക്ക് അവരോട് അതിൻ്റെ ഇത് ഇഷ്ടം തോന്നുന്നത്. എനിക്ക് തോന്നണേ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പെർഫോമൻസിൽ ഒന്നായിരിക്കും. കാരണം ബോഡി ട്രാൻസ്ഫോർമേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും, കാരണം ഇതിൽ കൂടുതൽ നടൻ എന്താ ചെയ്യേണ്ടല്ലേ ഒരു സിനിമയ്ക്ക് വേണ്ടി? അത് രണ്ടുപേരെയും പറയുന്നതാണ്. ഗോകുലായാലും ശരി. കാരണം പൃഥ്വിരാജ് തന്നെ വേദിയിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ മ്യൂസിക് ലോഞ്ചില്, ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടോ അത്രയും തന്നെ ബുദ്ധിമുട്ട് ഗോകുലും ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടുപേരും ഒരേപോലെ കുറച്ച് ഈ ഒരു റോളിന് വേണ്ടി എന്തൊക്കെ പൃഥ്വിരാജ് ചെയ്തു അതൊക്കെ തന്നെ ഗോകുലും ചെയ്തു. എനിക്ക് സങ്കടം തോന്നിയതില്ലേ മറ്റേ ഇത് പൃഥ്വിരാജ് ഇങ്ങനെ കുടിക്കാം. അയ്യോ അത് കണ്ടപ്പോ ഭയങ്കര. അത് ഏതേ അമ്മ കണ്ടാലും വിഷമിച്ചു കേട്ടാ ശരിക്കും. ഞാൻ ലിറ്ററലി കരയണായിരുന്നു എനിക്ക് ആ സീൻ കണ്ടപ്പോ. കാരണം എന്റെ കണ്ണീര് തുറന്നിട്ട് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സീനാണ്. അല്ല, ഒരു ഡെഡിക്കേഷനെ അഭിനയിക്കണേന് ഇത്രയും വണ്ണം കുറച്ചിട്ട്, അതാണ് അതിന്റെ ഒരു. അത് വേറെന്തെങ്കിലും പറയണ്ടോ? ഞാൻ വീണ്ടും ഒരു അവാർഡ് പ്രതീക്ഷ. ഇതൊക്കെ ഓസ്കാറിൽ പോകേണ്ടി വന്നോന്ന്. ഒരു മലയാള സിനിമ നമ്മൾ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ട്. ശരി തന്നെ, അർഹതയുണ്ട്. പിന്നെ നമ്മളെ നിയമക്കുരുക്കുകളല്ലേ എല്ലാത്തിലും. നിയമക്കുരുക്കല്ല, പൊളിറ്റിക്സ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നേരെ വണ്ണമാണ് കാര്യങ്ങൾ പോണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് നല്ല സംസ്ഥാന അവാർഡ്, എന്താണ് സ്റ്റേറ്റ് അവാർഡ്, പറ്റിയാൽ ഓസ്കാറിൽ വരെ ഈ സിനിമ പോകണം. കാരണം ആ ലെവല് സാധനം ഉണ്ട് ഈ സിനിമയ്ക്ക്. അതിനുള്ളത് ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അമ്മയ്ക്കോ? ഞാനും അങ്ങനെ തന്നെ. കാര്യം ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഒരു കുട്ടികൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കാന്നാ ഞാൻ പറഞ്ഞു. അതിനുള്ള അർഹത ഉണ്ട്. ഉണ്ട്.
രണ്ടുപേർക്കും എന്റെ അഭിപ്രായത്തിൽ രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ വെച്ചാൽ അതില് മെയിൻ പൃഥ്വിരാജ് ഏതാണ് കുറച്ചുകൂടി. ബ്ലസി എന്നുള്ള സംവിധായകൻ നമ്മുടെ തന്മാത്രയൊക്കെ എടുത്തിട്ടുള്ള കാഴ്ചയൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഭ്രമരമൊക്കെ എടുത്തത്. ഇപ്പോ ഇതിന് മുന്നേ പുള്ളി സിനിമ ചെയ്തത് 16 കൊല്ലങ്ങൾക്ക് മുന്നേ പ്രണയം എന്നുള്ള സിനിമയാണ് ചെയ്തത്. ജയപ്രദയും അനുപം കെയറും ലാലേട്ടനുമായിട്ട്. അതിനുശേഷം ഈ സിനിമയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിരുന്നോ കളിമണ്ണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ 16 കൊല്ലം എടുത്ത് ഒരു ഡയറക്ടർ ക്ഷമയോടെ കാത്തിരുന്ന് ഇത് സിനിമയാക്കിയതിനെ പറ്റി അമ്മയുടെ അഭിപ്രായം? ഇത് അത്ര ഗംഭീരമാക്കണമായിരുന്നു, അതുകൊണ്ടായിരിക്കും എടുത്തിട്ട് കാര്യമില്ല. അല്ല, ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അത് നന്നാണല്ലേ നല്ലത്. കുറേ പടം ഇങ്ങനെ ഇറക്കിയിട്ട് എന്തായാലും ഈ വർഷം മലയാള സിനിമയിൽ കുറേ നല്ല സിനിമകൾ എനിക്ക് തോന്നുന്നു 2024 പാസ്റ്റ് ഒരു 5-6 കൊല്ലത്തിൽ ദി ബെസ്റ്റ് വർഷം ഫോർ മലയാള സിനിമ. അത്രയും നല്ല ഒരു എനിക്ക് നമ്മളൊരു 10 പടം കണ്ടതിൽ 9 എണ്ണം ഉഗ്രം പടങ്ങളായിരുന്നു. നല്ല പടങ്ങളായിരുന്നു ശരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല. മലയാളം തിരിച്ചു വന്നു, മലയാളത്തിലെ സിനിമകൾ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. മഞ്ഞുമൽ ബോയ്സ്, പ്രേമല്ലു, ഭ്രമയുഗം, നമ്മുടെ ടോവിനോടെ മറ്റേ സിനിമ അടിപൊളി കുറ്റാന്വേഷണം, അതിന്റെ പേര് പെട്ടെന്ന് വായിൽ നിൽക്കണം, അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തിൻ, ആവേശം, വർഷങ്ങൾക്ക് ശേഷം, എന്തൊരു പടമുള്ള എല്ലാ സൂപ്പർ സിനിമകളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് കാണാൻ പറ്റിയ പടം? രണ്ടാമത് വേണ്ടത് അത് സിനിമ മോശമാവണ്ടല്ല, നമുക്ക് വിഷമമല്ല. ഒന്നും കൂടി കാണുക എന്ന് പറഞ്ഞപ്പോ പിന്നെയും വിഷമം. ആദ്യം തന്നെ പിടിച്ചങ്ങനെ ഇന്ന് കണ്ടതാണത്. ഞാൻ ഈ സിനിമ 2 തവണ കണ്ടു. പക്ഷെ രണ്ടാമത് കണ്ടപ്പോഴേക്കും ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ അല്ലാണ്ടായി. രണ്ടാമത് കണ്ടപ്പോഴേക്കും എനിക്ക് മതിയായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും സഫറിങ് കാണാൻ എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ കാണാൻ പോവാൻ. ഞാൻ പകരം നമ്മുടെ മേബ്ലാൻഡിയും സാൻഡ്രയും കൂടി ആയിട്ടാണ് ഇവര് പോയത്. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സീൻ ഇനിയും കാണാൻ വയ്യ. കാരണം അത് അങ്ങനത്തെ ഒരു സീനായിരുന്നു. പിന്നെ ഇതിന്റെ നമുക്കറിയോന്ന് അറിയില്ല കാര്യം, ഇതില് മറ്റേ ആഫ്രിക്കൻ വംശജനായിട്ട് അഭിനയിച്ച മറ്റേ ഇബ്രാഹിം ഖാദ്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച നടനുണ്ടല്ലോ, പുള്ളിയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അതെ, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ പിന്നെ നമുക്ക് അറിയില്ല പേരൊന്നും അറിയാത്തതാണ്, നന്നായിട്ടുണ്ട് പുള്ളിയുടെ. അപ്പോ പടം തിയേറ്ററിൽ തന്നെ കാണും. തിയേറ്ററിൽ കാണണം, കാര്യം എന്നാലല്ലേ ഈ മഴ പെയ്യണതും ആ ശബ്ദവും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഭയങ്കര സങ്കടം വന്നൊരു കാര്യമുണ്ട് ഈ സിനിമയില്. അത് നിങ്ങൾ എത്ര പേർക്ക് അത് കണ്ടെന്ന് അറിയാം. ഇതിനകത്ത് ഒരു കുഞ്ഞു ചെമ്മരിയാട് ഇയാളുടെ കാല് വയ്യാതിരിക്കുമ്പോഴേക്കും മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യൻ കാണിക്കാത്ത മനുഷ്യപ്പറ്റി ആ മിണ്ടാപ്രാണി കാണിക്കും. അതൊരു ഒന്നൊന്നര സീനായിരുന്നു. എനിക്ക് ആ സീനും എനിക്ക് വല്ലാണ്ട് ടച്ച് ചെയ്ത്. ഇതൊക്കെ ഞാൻ കണ്ടത് നമ്മുടെ കോയമ്പത്തൂര് എപ്പിക്കൽ പോയി ഒന്നുകൂടി കണ്ടില്ലേ, അതൊരു അനുഭവം തന്നെ. അപ്പോഴേ ഞാൻ ആലോചിച്ചത് ഒരു ഐമാക്സ് പോലെ അല്ലെങ്കിൽ ഒരു 70 അടിക്ക് മുകളിൽ വലിപ്പം വരുന്ന ഒരു തിയേറ്ററിൽ ഇരുന്ന് വേണം ഈ സിനിമ കാണാനെന്ന്. സിനിമ എവിടെ കാണുന്നു എന്നും കൂടി ഉള്ളത് വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ അമ്മ ഹൈദരാബാദൊക്കെ പോയി കണ്ടതുകൊണ്ട് നമുക്കറിയില്ല, ആ ഒരു തിയേറ്ററിലൊക്കെ വേണം ഈ സിനിമ ഇരുന്ന് കാണാൻ. അത് ശരിയായിട്ടോ. നമ്മുടെ ഇവിടെ എന്നാ വരണത്, തമിഴ്നാട്ടിൽ വന്നെന്ന് പറയണേ. നമ്മുടെ ഈ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലും ഡയഗണലിൽ നോക്കിയാൽ 60 അടിയായിട്ടുള്ളത്. അമ്മ 100 അടിയിൽ സിനിമ. ഞാൻ ഹൈദരാബാദിൽ കണ്ടതാണ്. ഇതുപോലെയുള്ള സിനിമ ഇപ്പൊ പണ്ടാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഉണ്ട് പടങ്ങൾ. പക്ഷെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്തോരം സിനിമകളാണ്. ഭ്രമയുഗമൊക്കെ അത്രയും വലിയ അടിപൊളി തിയേറ്ററിൽ കാണേണ്ട സിനിമകളാണ് അതൊക്കെ. ശരിയാണ്. എന്നാലേ ആ ശബ്ദവും എനിക്ക് ഞാൻ ഓൺ ബിഹാഫ് അമ്മ എഗ്രി എന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇവിടുത്തെ ധനികരായ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യണതാണ്. ഇപ്പൊ ഒരു ആളെ എടുത്തു പറയണമെങ്കിൽ MA യൂസഫ് അലി സാറിനോട് ഒരു 100 അടി വലിപ്പമുള്ള ഒരു സ്ക്രീൻ മലയാളികൾക്കായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കേരളത്തിൽ പറ്റുന്ന അവിടെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഒരു 100 അടി വീതിയുള്ള ഒരു സ്ക്രീനിൽ, അതായത് 100 അടിയിൽ സ്ക്രീൻ സൈസ് വരുന്ന ഒരു തിയേറ്ററിൽ ഇരുന്ന് പടം കാണുന്ന ഫീല് നിങ്ങൾ എന്നേലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞങ്ങളിത് പറയുന്നു എന്നുള്ളത്. ശരി, ഇവിടെ സാധാരണക്കാര് പോലും കണ്ടു കാണൂല. അപ്പൊ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന അവർക്കും കൂടി ഒരു ഉപകാരവും ഇല്ല. അത് മാത്രമല്ല, അത് മലയാള സിനിമയ്ക്കും ഈവൻ നമ്മുടെ ടൂറിസത്തിനും വലിയ ഗുണവും. കാരണം സിനിമ കാണാൻ ആൾക്കാർ ഹൈദരാബാദ് പോകുന്നവരെ എനിക്കറിയാം. സിനിമ കാണാൻ വേണ്ടി കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൽ നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പോകുന്ന പോലെ ഞാൻ മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ആദ്യ ദിവസങ്ങളിലോ അല്ലാതെ ഒക്കെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് കോയമ്പത്തൂര് റൂം എടുത്തു വന്ന് വരെ നിൽക്കുന്നുണ്ട് ആ തിയേറ്ററുകളിൽ സിനിമ കാണാൻ, എപ്പിക്കിലും ഐമാക്സിലൊക്കെ വന്നിട്ട്. അപ്പൊ
അത്രയും എന്ന് വെച്ചാൽ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് അവിടെ പോണത്. നമ്മുടെ നാട്ടിലും അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും, കേരളത്തിൽ എവിടെയെങ്കിലും, അതിപ്പോ ട്രിവാൻഡ്രത്ത് ഐമാക്സ് ഉണ്ട്, എന്നാലും ഞാൻ പറഞ്ഞ കൊച്ചി ആവാം. പക്ഷെ ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള 71 അടിയാണ്, 71 അടി എന്താണ് ആണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ 100 അടിയുള്ള ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ച് കൊച്ചി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും പ്രീമിയറൊക്കെ നടക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്ക്രീനിൽ വേണം ആദ്യ ദിവസം സിനിമ ആരാധകർ വന്നിരുന്ന് പടം കാണാൻ. ഈ സിനിമകളുടെയൊക്കെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ സൗണ്ടൊക്കെ അങ്ങനത്തെ തിയേറ്ററിൽ കാണണം. സിനിമ ഉണ്ടാക്കുന്നത് ചെറിയ മൊബൈലിലിരുന്ന് കാണാനോ കുഞ്ഞി ടിവിയിലിരുന്ന് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോ ഒരു ഡയറക്ടർ ആഗ്രഹിക്കുന്ന പോലെ, ഒരു നടൻ ആഗ്രഹിക്കുന്ന പോലെ, ഒരു സിനിമ ആസ്വാദകൻ ആഗ്രഹിക്കുന്ന ഒരു 100 അടി വലിപ്പത്തിലിരുന്ന് മഞ്ഞുമൽ ബോയ്സോ ബ്രഹ്മയുഗോ അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്തിറങ്ങി ഏത് സിനിമയോ ആടുജീവിതമൊക്കെ ഒന്ന് കാണുന്ന ആലോചിച്ച് നോക്കി. നല്ലൊരു അനുഭവം സത്യം. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നതാണ്, ഇവിടത്തെ സിനിമയിലുള്ള ആൾക്കാരെ തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ ഏരീസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ആന്റണി പെരുമ്പാവൂരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനായിക്കോട്ടെ, പൃഥ്വിരാജിനോട് ഒക്കെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, ഒരു 100 അടി വലിപ്പമുള്ള ഒരു സ്ക്രീനുള്ള ഒരു തിയേറ്റർ ഞങ്ങള് അല്ലെ നമ്മളെന്തായാലും സ്ഥിരമായിട്ട് പടം കാണും അവിടെ ചെന്നിട്ട്. യൂസഫ് അലി സാറെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണത്. അല്ലേ, അതൊരു ആഗ്രഹം തന്നെയാണ്. നമ്മള് ഹൈദരാബാദ് കൊണ്ട ആൾക്കാരെന്ന നിലക്ക് ഞാൻ ഹൈദരാബാദിനപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കണായിരുന്നു സിനിമ കണ്ടിട്ട്. അതെന്താന്ന് ഞങ്ങൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അത് നിങ്ങൾ അവിടെ ചെന്ന് ആ ഡോറ് തുറന്ന് ആ തിയേറ്റർ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഞങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളത്. അല്ലേ അമ്മ അത് മനസ്സിലാക്കിയതാണ്. മോനു പോലും അതെ, അവന് ഇത്രയുള്ള വിനേഷ കുട്ടിയാണെങ്കിലും ആ സ്ക്രീൻ കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ ഒരു ഇത് കാണണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ, സിനിമ ഇസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റേഴ്സ്. അതും അത് നമുക്കത് അതൊരു അനുഭവമാണ്. നമുക്ക് ഒരിക്കലും അത് വാക്കാലോ എഴുത്താലോ ഒന്നും പറയാനൊന്നും പറ്റൂല. നിങ്ങളത് അനുഭവിച്ചു കഴിഞ്ഞാൽ കണ്ട് തന്നെ അറിയേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ആടുജീവിതം പോലെ ഇനി ഒരുപാട് സിനിമകൾ മലയാളത്തിന് കിട്ടട്ടെ. അതൊക്കെ നല്ല കൂറ്റൻ 100 അടി വലിപ്പമുള്ള സ്ക്രീനിലും നമുക്ക് കാണാൻ പറ്റട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ ബൈ.